നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഡെയിലി ടൈം ഫ്രെയിം നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫാണ് വരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു മുകളിലേക്കുള്ള ഈ ഒരു ബൗൺസ് ആയാലും നമ്മൾ ലോവർ ലെവലിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ബൗൺസ് നമ്മളത് പറഞ്ഞിരുന്നു. അതായത് 21,800 അടുത്ത് തന്നെ 21,800 എത്തുന്നതിന് മുൻപ് തന്നെ നിഫ്റ്റിയിലും ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ്, ലോവർ ലെവലാണ്. ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസിനുള്ളൊരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഹയർ ലെവലിൽ നിന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആയപ്പോൾ തന്നെ നമ്മൾ ആ ഒരു അലേർട്ട് നമ്മളത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലെ ഈ ഒരു മൊമെൻറ്റം ഈ ഒരു 21,800 അടുത്ത് നിന്നാണ് നിഫ്റ്റിയിലെ ആ ഒരു ബൈ സെൻറ്റിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് 22,300 അടുത്താണ്. അപ്പോൾ നിഫ്റ്റി 22,300 അടുത്ത് നിലനിർത്തിയാലാണ് 300എങ്കിലും അറ്റ്ലീസ്റ്റ് നിലനിർത്തണം. ഇത് ആക്സൽ ആയിട്ടുള്ള ലെവല് ഇൻട്രാഡേ ലെവലിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ടാണ് 22,300 അടുത്താണ് ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഹയർ ലെവലിലേക്കായാലും നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. അതായത് 22,500, 600 റേഞ്ചിൻ്റെ അടുത്ത് തന്നെ ഈ റേഞ്ചിൻ്റെ അടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതായത് 22,300 സപ്പോർട്ട് നിലനിർത്തേണ്ടതായിട്ടുണ്ട് ബയേഴ്സിന്. പക്ഷേ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിനെയായാലും മാനേജ് ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വരും ദിവസങ്ങളായാലും നിഫ്റ്റിക്കായാലും 22,500 റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ 500 മുകളിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ പോലെ തന്നെ 500 താഴത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ 22,490 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സപ്പോർട്ടുണ്ട്, ലോവർ ലെവലായാലും സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എത്രത്തോളം മുകളിലോട്ട് പോകുമെന്നൊക്കെ പറയാൻ സാധിക്കില്ല, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അടുത്ത റെസിസ്റ്റൻസ് വരെ കൃത്യമായിട്ട് എത്തുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 22,585, 22,610, 22,710 ഇതൊക്കെയാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് തന്നെ ഇമ്പോർട്ടൻസ് നൽകുക. 22,490 ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിലായാലും നിലനിർത്തേണ്ട അടുത്തൊരു സപ്പോർട്ടാണ് 22,445 സപ്പോർട്ട് വരുന്നത്. അതായത് ഇവിടെയാണ് ആ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസത്തിൽ ആ ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ലോവർ ലെവൽ ഈ ഒരു ലെവലിൽ 22,300 അടുത്ത് സപ്പോർട്ടുകൾ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ തൊട്ടടുത്തുള്ള ഒരു സപ്പോർട്ട് ലെവൽ, കാരണം നിഫ്റ്റിക്കായാലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് 22,300 ആ റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ തൊട്ടടുത്ത ഏരിയയിൽ തന്നെ സപ്പോർട്ടുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ അഗ്രസീവായിട്ട് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത് 22,300 താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്താലാണ് പിന്നെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി സാധ്യത, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ 22,385 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, 22,365 ചെറിയൊരു റേഞ്ചിലൊക്കെ സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യാറുള്ളത്? ആഴ്ചകളിലൊക്കെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിനും റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാറ്? അതുപോലെ തന്നെ 22,330, അതുപോലെ തന്നെ 22,300, 22,300 അല്ല 22,385 എടുത്തിരിക്കുന്നത്. 300 തൊട്ട് താഴെയാണ്. സോറി, 22,285.
അപ്പോൾ നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ കുറച്ചൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിരിക്കും സേഫ് വരുന്നത്. പക്ഷേ ഈ ഒരു ലെവലിൽ വീണ്ടും തിരിച്ച് മുകളിലോട്ട് ബൗൺസ് ചെയ്താൽ ബൈക്കാണ് സാധ്യത. അതായത് ഒരു ലെവലിൽ നിന്ന്, അതായത് സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ ഹയർ ലെവലിൽ ഒന്ന് അലേർട്ടായി നിൽക്കുക. ലെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് വരും ദിവസത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പോൾ 47,800 അടുത്താണ് ലോവർ ലെവൽ സപ്പോർട്ട്. 785 800 തൊട്ട് താഴെയാണ് എടുത്തിരിക്കുന്നത്, സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും അതായത് സപ്പോർട്ട് ഏരിയ 48,100, ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയ 110 എടുത്തിരിക്കുന്നത്. 110 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. പക്ഷെ 110 ഒരു താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 48,050 സപ്പോർട്ട്, 47,950 അടുത്ത സപ്പോർട്ട്, അതുപോലെ തന്നെ 47,785 800 താഴെ സപ്പോർട്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 48,250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇനി അടുത്തൊരു ബൈക്ക് അതിൻ്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. 250 മുകളിലാണെങ്കിൽ ബൈക്ക് സാധ്യതയുണ്ട്. 48,400 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് ആക്സലറേറ്റർ ട്രെൻഡിൽ നിലനിൽക്കാം. ഫിനിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിനിഫ്റ്റി ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഫിനിഫ്റ്റി ആയാലും തൊട്ടടുത്തൂടെ റെസിസ്റ്റൻസുകൾ എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ട്രേഡിംഗ് പ്ലാൻ നൽകുന്നത്. എപ്പോഴും മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിലും മാർക്കറ്റിന്റെ കറന്റ് ഒരു സിറ്റുവേഷനും റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ അനുസരിച്ചാണ് ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാനൊക്കെ നൽകുന്നത്. ഫിനിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 21,500 മുകളിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. 495, 21,500 അല്ല, 495 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിൽ തന്നെയാണ് സാധ്യത. 21,450 സപ്പോർട്ട് ഉണ്ട്, തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനുശേഷം 21,380 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 330 സപ്പോർട്ട് ഉണ്ട്. 330 അടുത്ത് എത്തുമ്പോഴാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ അടുത്ത് താഴെയാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. 21,495 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത പ്രോഫിറ്റ് ബുക്കിംഗ് വരും. 530 മുകളിൽ ഓപ്പണിംഗ് പോസിറ്റീവ് ആണ്, ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 575 റെസിസ്റ്റൻസ് ആണ്. ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇങ്ങനത്തെ ഒരു റേഞ്ചിൽ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ് ആയിട്ടുള്ള രീതി. ഒരു ദിവസം ഒരു ക്ലോസിംഗ് അനുസരിച്ച് മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നൽകാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.